അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഈ ക്യാബേജ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ക്യാബേജിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കിലോ ആണ്. അപ്പോൾ ഈ 1 കിലോ ക്യാബേജ് ആവശ്യമില്ല, നമുക്ക് 500 ഗ്രാം ക്യാബേജാണ് ആവശ്യമായിട്ടുള്ളത്, 1/2 കിലോ. ഇനി ഈ ക്യാബേജ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് 500 ഗ്രാം 1/2 കിലോ ക്യാബേജ് നമുക്ക് എടുക്കാം. ഇത്ര ഫുള്ളായിട്ട് വേണ്ട, ഇതിൻ്റെ പകുതി മാത്രം മതി. രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ഭാഗം മാറ്റാം. ഇനി ക്യാബേജ് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ 1/2 കിലോ ക്യാബേജ് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരിഞ്ഞെടുക്കാം. തീരെ അങ്ങ് പൊടിപൊടിയായിട്ട് അരിയണ്ട, ഈ ഒരു രീതിക്ക് അരിഞ്ഞെടുക്കാം. ഇനി ക്യാബേജ് ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ക്യാബേജ് മുങ്ങിക്കിടക്കത്തക്ക വെള്ളം വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ച ക്യാബേജ് മുഴുവനും ഇട്ട് കൊടുക്കാം. ക്യാബേജ് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ഇത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പൊ ക്യാബേജ് വേവിക്കാൻ വെച്ചിട്ട് ഒരു 6 മിനിറ്റ് ഇതായിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, ക്യാബേജൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം. ഇപ്പോൾ ക്യാബേജ് എല്ലാം അരിപ്പയിൽ കൂടി അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. ഇതിൻ്റെ വെള്ളം മുഴുവനും ഒന്ന് വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വരട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പൊ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെയും ആ വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഈ പൊടിയുടെ ഒക്കെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ആ പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ആക്കുക. ചെറുതായിട്ടൊന്ന് ചൂട് മാറട്ടെ. നമ്മൾ അരിപ്പയിൽ ഇട്ട് കൊടുത്ത ക്യാബേജിന്റെ വെള്ളം മുഴുവനും മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഈ ക്യാബേജ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ക്യാബേജിനും മുട്ടയ്ക്കും ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വലിപ്പമുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മുട്ടയൊക്കെ എടുക്കുക. അപ്പോൾ മുട്ട നിങ്ങൾക്ക് 2 or 3 ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് ഗോതമ്പ് മാവാണ്.
ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിക്കാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. 2-3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് പുളിപ്പുള്ള തൈര് എടുക്കരുത്. ഒരു മീഡിയം പുളിപ്പുള്ള തൈര് എടുക്കാവൂ. ഇനി തൈര് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തൈര് കട്ടകളൊന്നും ഇല്ലാതെ യോജിപ്പിച്ചതായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇടാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എരിവുള്ള പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു പച്ചമുളകിൻ്റെ പകുതിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിക്ക് പകരം 1 ടീസ്പൂൺ നാരങ്ങ നീര് വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ സാലഡ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാലഡ് തയ്യാറാക്കി എടുക്കുന്ന അത്രയും സമയം മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. മിക്സ് ചെയ്തെടുക്കാം. അപ്പം എല്ലാം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന ഒരു തവയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഒരു 2 സ്പൂൺ വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. സ്പൂൺ വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ 2 സ്പൂൺ വീതം ഒന്ന് വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ചെറുതായിട്ട്. ഒരു വശം ഒന്ന് വെന്ത് വരട്ടെ. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഗോൾഡൻ നിറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശവും ഇതുപോലെ വെന്ത് ചെറിയൊരു ഗോൾഡൻ നിറാവട്ടെ. അപ്പം 2 വശവും നല്ലോണം വെന്ത് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് വരുന്നത്. ഇനി ഇത് തവയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയിരിക്കുന്ന മിക്സും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ അതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്, വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ കാബേജ് വെച്ചിട്ടുള്ള പാൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പച്ചക്കറികളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണിത്. ഇതിൻ്റെ കൂടെ വേറൊരു കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ തയ്യാറാക്കിയ സാലഡാണ് ഇതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നത്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇപ്പോൾ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാബേജ് വെച്ചിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. ഇഷ്ടമുള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി ഇത് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിൽ ഡിപ്പ് ചെയ്ത് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്